നമ്മുടെ ഭാര്യമാർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നൊരു മന്തി, ഒരാട് മന്തിയൊക്കെ ഒന്ന് നല്ല ആടൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കണ്ടേ? എങ്ങനെയുള്ള പേടിക്കണ്ടേ? അവരെയും കൂടെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം, പെണ്ണുങ്ങളെ കൊണ്ടുപോകണം. അതീത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നാളെ പോലെ ഞാൻ 8-ന്റെ പണി വന്നിട്ട് പോകുന്നുള്ളൂ. അവിടെ നിന്നില്ലേ? അതീസുണ്ട് ഓതണം ഉസ്താദേ അത്. ഇവിടെ ഷോപ്പിംഗ് കൂടുതലാണ്. അല്ല, ഭർത്താവ് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. ഈ വീട്ടിനകത്ത് ഇങ്ങനെ ഇരുന്ന് ഗൃഹാതുരത്വത്തിൽ ഹോം സിക്കിലങ്ങ് ആകെ ഇടങ്ങറായി പെണ്ണുങ്ങൾക്ക് ഈ ഭക്ഷണം പാചകം ചെയ്ത് തരാൻ ഒരു മൂഡ് പോലും ഇല്ലാത്തൊരു സാഹചര്യം ഒഴിവാക്കിയെടുക്കാൻ ഭർത്താവ് അവളെ വിളിച്ചു കൊണ്ടുവന്ന് ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി സ്വന്തം കയ്യിൽ പിടിച്ച് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇരുന്നിട്ടൊക്കെ ഒന്ന് വരാം. ഇത് പോകില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവനെങ്കിൽ കച്ചവടം അയൽവക്കത്തുനിന്ന് പോകുന്ന നാസറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അളിയ നാസർ എൻ്റെ പെണ്ണുമ്പിളയും കൂടെ ഒന്ന് കൊണ്ടുപോയി എല്ലാം ഒന്ന് കറക്കിയിട്ട് അവൻ കൊണ്ടുപോയി എല്ലാം നല്ല റാഹത്തായിട്ട് കറക്കി തലയ്ക്ക് പിടിഞ്ഞ് ഒഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് റാഹത്തായി എല്ലാ ഷെയ്ത്താനെ ഇറക്കി 2 ഷെയ്ത്താനെ കയറ്റിയിട്ടൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വീട്ടിൽ വിടും. അങ്ങനെ പോകുന്ന അന്യ പെണ്ണുങ്ങളും അന്യ പുരുഷന്മാരും തമ്മിലുള്ള യാത്രകളും മറ്റു കാര്യങ്ങളാണ്. അങ്ങനെ കൂടുതലും ഇന്ന് വിടുന്നത് അങ്ങനെയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഭർത്താവ് കൂടെ പോകണം. ഭർത്താവിനോടൊപ്പം ഒന്ന് യാത്ര ചെയ്യാൻ കൊതിക്കുന്ന ഭാര്യമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഭർത്താവിൻ്റെ ബൈക്കിലൊന്നിരുന്ന് ആ നെഞ്ച് ആ സൈഡിലോട്ടൊക്കെ ഒന്ന് ചാരിയൊക്കെ ഒന്നിരുന്ന് ഇങ്ങനെ കൈയൊക്കെ ഒന്ന് വെച്ച് പോകാൻ എത്ര കൊതിക്കുന്ന താത്താമാരുണ്ട്. പക്ഷേ ഈ ചങ്ങാതി ഒന്ന് കൊണ്ടുപോകുക പോലും ഇല്ലല്ലോ ഉസ്താദെ, വല്ലാത്ത കഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് രസമല്ലേ, ഒന്ന് കയറി ഒന്ന് ചാഞ്ഞിരിക്കട്ടെ. ഇന്നിപ്പോൾ ചാഞ്ഞല്ലേ, ഇനി ഇപ്പുറത്ത് ഞാൻ കവിച്ചു വെച്ചിരിക്കുക. ഇപ്പുറത്ത് കാല് വിട്ട് ഇങ്ങനെ കയറി ഇരിക്കേണ്ട സംഭവം. അതൊരു കണക്കിന് നല്ല മറിഞ്ഞു പോവില്ല. പക്ഷേ ലെഗിൻസ് ആകരുതെന്നേ ഉള്ളു പ്രശ്നം. പെണ്ണുങ്ങളുടെ വസ്ത്രം ഇവിടുന്ന് ഇവിടം വരെ ഒരു ഇറക്കമാണ്, ഇന്നർ വരെ കാണാൻ പുറത്ത്. അപ്പോൾ ആ കോലത്തിലുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് പോകരുത്. ഔറത്ത് കാണിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടം വരുമെന്ന സ്ത്രീകൾ ഔറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുമത്രേ. നല്ല നല്ല കുഷ്യനിട്ട സീറ്റുകളിലുള്ള വാഹനങ്ങളിൽ പെണ്ണുങ്ങൾ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. നബിയുനാ റസൂലുള്ളാഹി ഈ പറഞ്ഞ സാധനം ആക്റ്റീവ എന്ന് പറഞ്ഞ സാധനം തുഴയാണ്, ഓടിക്കല്ല, തുഴയ. 2 കാലും അപ്പുറത്ത് ഇപ്പുറത്തിട്ട് ഇങ്ങനെ നിൽക്കും. റോഡിന്റെ ഈ സൈഡ് ഇങ്ങനെ നിൽക്കും. 2 മിനിറ്റ് നോക്കും അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഒറ്റ പോക്ക. അവിടെ നിന്നങ്ങാണ്ട് രാവിലെ ലോഡ് എടുക്കാൻ വന്ന ആ ടിപ്പറുകാരൻ കയറിയ സഫിയയുടെ പോക്ക് ഒരൊറ്റ പോക്ക് തന്നെയാണ്. അങ്ങോട്ട് നോക്കൂല ഇങ്ങോട്ട് നോക്കൂല, ഒരൊറ്റ പോക്കാണ്. എന്തിനാ ഈ പണ്ടാരം പൊക്കി എടുത്തു തുടങ്ങി നടക്കുന്ന എൻ്റെ പൊന്നു സഹോദരിമാരെ? നിങ്ങൾക്ക് അതിന് പ്രാക്ടീസ് ഇല്ലെങ്കിൽ എന്തിനാ ഇതിനകത്ത് പോകുന്നത്? ഞാനും ഇങ്ങനെ വണ്ടി യാത്ര പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പെണ്ണിങ്ങനെ വണ്ടി ഓടിക്കുക. എന്നെ കണ്ടിട്ട് തലയിലെ തുണി കൈ വിട്ടിട്ട് തലയിലെ തുണി എടുക്കുക. നല്ല രസമായി ദാ കിടക്കുന്ന അവിടെ. ഞാൻ ചോദിച്ചു, ഇനി ഇതിൻ്റെയും കൂടെ കുറവേ ഉള്ളായിരുന്നു. അൽഹംദുലില്ലാഹ് ഇത് തീർന്നു. മുസ്ലിയാരെ കണ്ടുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതങ്ങനെ ശീലിച്ചു പോയി പെണ്ണുങ്ങൾ. അതറിയില്ലേ സംഭവം? 2 സമയത്താണ് തലയിൽ തുണിയിടുക. ഒന്ന് തലയെക്കെട്ടും താടിയും കാണുമ്പം, അത് ചിലപ്പോൾ സിഖുകാരനെ കണ്ടാലും മൻമോഹൻ സിംഗ് വന്നാലും ഈ പെണ്ണുങ്ങൾ തലയിൽ തുണിയിടുക. നമ്മുടെ വലിയ ഉസ്താദ് വരുന്നടാ, പണ്ടത്തെ നമ്മുടെ വലിയ ഉസ്താദ്, അള്ളാഹ് നമ്മുടെ മഹാനായ ഉസ്താദ്, ഇത് മരിച്ചുപോയെന്ന് ആരാടാ പറഞ്ഞത്? ആ വരുന്നടാ അപ്പാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തലയിൽ തുണിയിടുക. 2ാമത് തലയിൽ തുണിയിടുന്നത് പെണ്ണുങ്ങൾ വാങ്ങു വിളിക്കുമ്പോഴാണ്. അത് എവിടെ നിൽക്കുന്നോ, ഏത് സ്ഥലത്താണോ, എവിടെ കണ്ടാലും, എവിടെ ആ വേലിയിലൊക്കെ കഴുകിയിട്ടിരിക്കുന്ന തുണി എടുത്ത് വെക്കുന്നത്. ചിലപ്പോൾ ബംഗാളികളുടെ അണ്ടർവെയർ കഴുകിയിട്ട് അതും എടുത്ത് ഒറ്റ വെപ്പായി. അല്ല, അറിയില്ല സംഭവം അല്ലേ? ശരിയല്ലേ? ആകാ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന തുണി എടുത്ത് ഇങ്ങനെ ഒറ്റ കിടക്കും. ഉസ്താദ് അടുത്തങ്ങ് പോയെന്നാൽ ഉസ്താദിൻ്റെ മുണ്ടെടുത്ത് ഉരിഞ്ഞ് തലയിലിടും പെണ്ണുങ്ങൾ. ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് തലയിൽ തുണിയിടൽ നിർബന്ധ. ചിലപ്പോൾ വട്ടയല്ല, തേക്കിൻ്റെ ഇല ഇതൊക്കെ പറിച്ചായിരിക്കും തലയിലോട്ട് വെക്കുക. ഇങ്ങനെ പെണ്ണുങ്ങൾ തലയിൽ വെക്കുക. എന്തിനാ അത് തലയിൽ വെക്കുന്നത്? ഈ ബാങ്ക് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങാതിരിക്കാൻ. ഇത് കേൾക്കാനും പാടില്ല, ഇത് ഉള്ളിലോട്ട് ഇറങ്ങാനും പാടില്ല. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ എടുത്ത് അടച്ചങ്ങോട്ട് വെക്കുകയാണ് സംഭവം. ഈ സമയത്തല്ലാതെ കണ്ട് വേറെ എപ്പോഴാ തലയിൽ തുണിയിടുക? എപ്പോഴാ തലയിൽ തുണിയിടുക? തലയിൽ തുണിയിട്ടില്ല എങ്കിൽ ആര് വരും? ശൈത്താന് വരും. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ സംഭവം ഞാൻ പറയട്ടെ. വിഷയം വേറെ ഇതിലോട്ടൊക്കെ അങ്ങനെ കയറി പോവുകയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ അടച്ചവനെ. ഖദീജ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം വഹി വന്ന സമയം ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവിനെ സ്വീകരിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. പുറത്തുനിന്ന് മീൻ പിടിക്കാൻ പോയിട്ട് ഭർത്താവ് വരികയാണ്, മീനൊന്നും കിട്ടിയില്ല, ഓക്കായോ ആരൊക്കെയോ ഒന്നുപോലും.
നമ്മുടെ കൂട്ടുകാരായിരുന്നവരൊക്കെ വന്നിട്ട് പോയി, ഒന്നും കിട്ടിയില്ല. വലിയ വിഷമത്തോടു കൂടി ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ മുഖം കാണുമ്പോൾ മനസ്സിലാക്കണം ഭാര്യ മുഖം കാണുമ്പോൾ മനസ്സിലാക്കണം ഭർത്താവിൻ്റെ ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇക്കാക്ക്, ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇക്കാക്ക്, ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മുഖത്ത് നോക്കിയിട്ട് എത്ര ദിവസമായി നമ്മൾ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? ഭാര്യയുടെ മുഖത്തേക്ക് ഭർത്താവും ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഭാര്യ സ്നേഹത്തോടുള്ള നോട്ടം പാവങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകും. അവരുടെ രണ്ടുപേരുടെ കൈകൾ തമ്മിൽ കൂട്ടിയിണക്കുമ്പോൾ അവരുടെ വിരലുകൾക്കിടയിലൂടെ പാവങ്ങൾ താഴേക്ക് കൊഴിഞ്ഞു വീഴും. നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയുടെ മുഖത്ത് ഇങ്ങനെ നോക്കണം. പണ്ട് നോക്കിയിട്ടുണ്ട്. എത്ര കുത്തുണ്ട് നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നിങ്ങൾക്ക് പറയാമോ? എത്ര അടയാളം ഉണ്ടെന്ന് പറയാമോ? പറയാൻ പറ്റും, നമുക്കറിയില്ല അബീവേ, നമുക്കറിയില്ല. എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി എനിക്കല്ല, കണ്ണിനൊരു കറുപ്പുണ്ടെന്ന് അവള് അമ്മടുത്ത് വന്ന് പറയണം, ഒരു കണ്ണിനൊരു ചെറിയ കറുപ്പുണ്ട്. അപ്പോഴാണ് നമ്മൾ നോക്കട്ടെ ആ അത് തന്നെ. അന്നേരം അടിക്ക് നമ്മൾ കണ്ണിന് കുട്ടിക്ക് ഇവൾക്ക് കറുപ്പുണ്ടെന്ന് അതുവരെയ്ക്ക് നോക്കിയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. പല്ലുവേദനയായിട്ട് നീരായിട്ടിരിക്കുകയാണ്. 3 ദിവസമായി മനുഷ്യ നിങ്ങൾ എന്തായി വീർത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? മൊയിലിയാരന്മാരോടൊക്കെ ഞാൻ വെച്ച് നീ തിന്നു കൊഴുത്ത് കവളൊക്കെ ചാടിയിരിക്കുകയാണ്. പൂവമ്പഴം പോലെ എൻ്റെ കതിയ പൂവമ്പഴം പോലെ ആയി സന്തോഷിച്ചിരുന്നാണത്. പല്ലുവേദനയായിരുന്നു. അല്ലാ, നഷ്ടമായി പോയല്ലോ പടച്ചവന്, വല്ലാത്ത നഷ്ടമായി പോയല്ലോ. പുഴുവെല്ലാം കൂടെ പിടിച്ച് അകത്തിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് നല്ല ചാടിയിരിക്കുകയാണ്. ഓറഞ്ച് എന്നൊരു കളിയടിക്കാൻ പറ്റി, സൗകര്യമായി പോയി, തീർന്നു, എല്ലാം പോയി, എല്ലാം പഴുത്തിരിക്കുകയാണ്. അവൻ മുഖത്തേക്ക് നോക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭർത്താവിന്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റും. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വരികയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലാ സഖീലാ. വലിയ ഭാരമേറിയ ഉത്തരവാദിത്വം. നബിയെ, അങ്ങേക്ക് ഞാൻ ഇതാ ഇറക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് 600 ചിറകുള്ള ജിബ്രീൽ ഇറങ്ങി വരുന്നത്. ആ ജിബ്രീലിനെ കണ്ടപ്പോ മഹദിയായ ഖദീജ ബീവി ഭയപ്പെട്ടു പോവുകയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഭയപ്പെടുകയാണ്. അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് ഖദീജ ബീവിയുടെ അരികിലേക്ക് റസൂലുള്ളാഹി തങ്ങളോടുകയാണ്. അങ്ങനെ വെപ്രാളത്തോടെ ടെൻഷൻ അടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടുന്നത് കണ്ട് ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് വന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഖദീജ ബീവി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, കൂൾ ഡൗൺ, വിഷമിക്കില്ലേ, പ്രയാസപ്പെടരുത്, ഉറങ്ങ്. അങ്ങനെ പദപ്പെട്ടു കൊടുത്തു. മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി തങ്ങളെ ആദ്യം സമാശ്വസിപ്പിച്ചു. കടലിലേക്ക് പോയിട്ട് മീനൊന്നും കിട്ടിയില്ല. വളരെ വിഷമത്തോടെ പ്രയാസപ്പെട്ട് കാറ്റിൽ തോണിയും വഞ്ചിയും ഒക്കെ തകർന്നു പോയി. ആ ദുഃഖഭാരത്തോടുകൂടി കയറി വരുന്ന ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ ആദ്യം ഇക്ക എന്താ സംഭവിച്ചത്, വാ സമാധാനപ്പെട്, ഇക്ക അവിടെ ഇരിക്ക്, കുറച്ചേരം അവിടെ ഇരിക്ക്, വെള്ളം കുടിക്കുക, അവിടെ സമാധാനപ്പെട്ട് അവിടെ ഇരിക്ക്, അവിടെ മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തണം. എന്നിട്ട് വെള്ളം കൊടുത്ത് സമാധാനിപ്പിക്കണം. ആദ്യം ഒന്നും ചോദിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെയാണ് ഇന്ന് ഖദീജ ആദ്യം സ്വീകരിച്ചത്. ഒന്നും ചോദിച്ചില്ല, അവിടെ ഇരുത്തി. ടെൻഷനൊക്കെ മാറി. അങ്ങനെ അടച്ച് ഖദീജ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഖദീജ. ആകെ ജീവൻ കിട്ടിയെന്ന് മനസ്സിലായി, ടെൻഷൻ മാറി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അപ്പോഴാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇങ്ങനെ ഒരു വലിയ ഒരു രൂപം ഞാൻ കണ്ടു ഖദീജ, അത് ജിബ്രീലാണ്, അത് മലക്കായിരുന്നു ഖദീജ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ഖദീജ ബീവി പറയുകയാണ്, വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട, പ്രയാസപ്പെടേണ്ട, വല്ലാഹി വലാ യുഖ്സിക അല്ലാഹു അബദാ, തീർച്ചയായും അല്ലാഹു അങ്ങയെ നിന്ദിക്കുകയില്ല ഹബീബേ. വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, അങ്ങയെ അല്ലാഹു നിന്ദിക്കുകയില്ല. ഇനി അങ്ങനത്തെ ഒരു രൂപം വന്നാൽ എന്നെ അറിയിക്കണം. ബുദ്ധിമതിയായ ഭാര്യ ഇതാ പറയുന്നത്, കണ്ടോ? ഭർത്താവിന് ഒരു ശക്തി പകർന്നു കൊടുക്കുന്ന ഭാര്യ ഭർത്താവിന് ശക്തി പകർന്നു കൊടുക്കും. നമ്മുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടെ കിടക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേട്ടു. രാത്രി 12:30 സൗണ്ട് കേട്ടു.
ഭാര്യ ഭർത്താവിൻ്റെ പുതപ്പിനകത്ത് അടിഞ്ഞുകൂടി അകത്തോട്ട് കയറി ഇന്ന് വരെ കയറാത്തവളാണ്. ഈ സൗണ്ട് കേട്ടത് ഇനി ഭർത്താവ് സൗണ്ട് ഉണ്ടാക്കിയതൊന്നും അറിയില്ല സംഭവം. ഭർത്താവിൻ്റെ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് ചുരുണ്ടുകൂടി കയറും. അപ്പം ഇയാൾ പറയും, ഐശു എന്തോ ഒരു സൗണ്ട് കേട്ടല്ലോ, നീ ഒന്ന് പോയി നോക്കി. എനിക്ക് നിങ്ങൾ നിങ്ങൾ പോയി നോക്ക് എന്നെ കൊണ്ടുപോയി എന്നെ കണ്ട. അല്ല ഐശു നീ പോയി നോക്കിട്ടോ. ഐശു ഇല്ല ഞാൻ പോവില്ല. നിങ്ങൾ പോണോ? ഞാൻ ചത്താലും കുഴപ്പമില്ല എനിക്കില്ലേ. അല്ല കള്ളന്മാർ മോഷ്ടിക്കാൻ വേണ്ടി കത്തിയെ കൊണ്ടുവന്ന് നിൽക്കുകയാണ്. ഇവള് പോവാ, എന്നാ എൻ്റെ ഇക്ക അവിടെ കിടക്കട്ടെ, ഞാനൊന്ന് പോയി നോക്കട്ടെ. പറയൂ ഏതെങ്കിലും പെണ്ണുങ്ങൾ എന്താ ആരെ തള്ളിവിടുക? നമ്മളെ പോയാ നീ അങ്ങ് പോയിക്കോ. എത്ര വലിയ സ്നേഹം, വലിയ സ്നേഹമാണ്. എന്നാൽ ഖദീജ ബീവി എന്താ ചെയ്തത്? ഇങ്ങനെ ഒരു വിഷമം വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല എന്നെ പറഞ്ഞു, ഇനി അങ്ങനെ സംഭവിച്ചാൽ എന്നോട് പറയണം. എന്താ ധൈര്യം! പെണ്ണുകൾ ഇറങ്ങി പോകണം, ഭർത്താവ് പിറകിലും വരും, അല്ലെ രണ്ടുപേരും ഒരുമിച്ച് പോകണം. അങ്ങനെ ഒരാളെ പേടിച്ച് കിടന്നാൽ മൊത്തം നിങ്ങളെ കട്ട് ചെയ്തുകൊണ്ട് പോയി എന്ത് ചെയ്യും? സംഭവം ഒരു ബഹളം. ആരുടെ അത്? ഇക്ക എഴുന്നേറ്റ് അവിടെ നിന്ന് സൗണ്ട് കേൾക്കുന്നു. ഇക്കായും കുക്കായും ഒന്നും വീട്ടിലില്ല, പക്ഷെ ചുമ്മാ പറയണം, വെറുതെ പറയണം. ഇക്ക ഒന്ന് എഴുന്നേറ്റ്, ഇക്ക ദാണ്ട അവിടെ ആ ഒരു സൗണ്ട് കേൾക്കുന്നു. വാപ്പ എഴുന്നേറ്റ്. വാപ്പ മരിച്ച് 10 വർഷമായി, എന്നാലും ചുമ്മാ വിളിച്ചോണം. വാപ്പ ചിലപ്പോൾ കബറിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് വിളിച്ചോണം. അങ്ങനെ വിളിക്കണം. വിളിക്കുമ്പോൾ ഈ സൗണ്ട് കേട്ട് ചങ്ങാതി എന്ത് ചെയ്യും? കള്ളം വല്ലാണെങ്കിൽ ഓടിക്കോളൂ. ആളൊക്കെ ഉണ്ട്. സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. രാത്രി ഉറങ്ങാൻ സമയത്ത് 2-3 പഴയ ചെരുപ്പൊക്കെ എടുത്ത് വെളിയിട്ട് കിടക്കണം. ആളൊക്കെ ഉണ്ട് ഇവിടെ കിടപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടി. കള്ളന്മാരും അല്ല ഇന്നൊരു വാത് കേൾക്കാതിരിപ്പുണ്ടെങ്കിൽ തീർന്നു. ഈ ഹിക്മത്ത് മൊത്തം മനസ്സിലാക്കിയിട്ട് അവിടെ മൊത്തം ഇത് പോയി കയറിയ സംഭവം തീർന്ന സംഭവം. പഴയ ചെരുപ്പുകൾ വാങ്ങാൻ കിട്ടും. അത് പള്ളിയിൽ പോയാൽ മതി, ബാത്റൂമിൽ കാണും. അതൊക്കെ എടുത്തിട്ട് സൈഡിൽ കൊണ്ട് നിരത്തി വെക്കണം. എടാ ഇത്രയും അംഗങ്ങളുണ്ട് ഈ വീട്ടിൽ, എന്നാൽ ഇന്ന് ഇവിടെ കയറണ്ട, യാ അല്ലാ വണ്ടി വിട്ട് പോകാം. അതൊക്കെ അതെല്ലാം ഒരു ഹിക്മത്താണ് സംഭവം. പെണ്ണുങ്ങൾ ആ സൗണ്ട് കേട്ട പെട്ടെന്ന് മൊബൈൽ എടുത്തിട്ട് പോലീസ് വിളിക്കുന്ന പോലെ അങ്ങ് പറഞ്ഞ അഭിനയിച്ചേക്കണം. ഒരു ശക്തി അന്നേരം ഉണ്ടാക്കിയെടുക്കലാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇനി അങ്ങനെ സംഭവിച്ചാൽ വരണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹീമായി വന്നപ്പോൾ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഖദീജ ബീവിയെ വിളിക്കുകയാണ്. ഖദീജ, ഇതാ ഞാൻ പറഞ്ഞ ആ സംഭവം വന്നിരിക്കുകയാണ്. അല്ലാഹ് സംഭവം വന്നിരിക്കുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്ത് മടിയിൽ വെച്ചു. പോലീസ് വന്നോ? പോലീസ് വന്നില്ലേ? എന്താ വരാത്ത എത്ര നേരമായിട്ട്? ഖദീജ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്ത് മടിയിൽ വെച്ചു. എനിക്ക് തോന്നിപ്പോൾ ഈ 3 വർഷത്തെ 4 വർഷത്തെ പ്രസംഗം ഒരുമിപ്പിച്ച് എന്നെ പ്രസംഗിപ്പിക്കാൻ പോകണമെന്ന് തോന്നുന്നത് ഇവിടെ സംഭവത്തിൽ. അതാണ് സംഭവം. ഖദീജ ബീവി റളിയല്ലാഹു തആല നബി തങ്ങൾ എടുത്ത് മടിയിൽ വെച്ചു. അല്ല, ഖദീജ ബീവി നബിയെ എടുത്ത് മടിയിൽ വെച്ചു. ഭർത്താക്കന്മാരെ വല്ലപ്പോഴും ഭാര്യമാരെടുത്ത് മടിയിൽ വെക്കണം, അതാണ് അതിൻ്റെ അർത്ഥം. എപ്പോഴാണ് വെക്കുക? അസുഖം ജാവാറാകുമ്പോൾ അരികെടുത്ത് വെക്കുന്ന സംഭവം, അല്ലാതെ വെക്കൂലല്ലോ. കാപ്പിയോ കൊണ്ട് തരിക, പറഞ്ഞോ കേൾക്കട്ടെ, നടക്കട്ടെ, സംഭവം നിർത്തണ്ട, തുടങ്ങിക്കോ. ഇപ്പോൾ ഉടനെ പെണ്ണ് കിട്ടിയാണെന്ന് തോന്നില്ലേ? മാഷാ അല്ലാ, നല്ല സമയം. കേട്ടോ വിഷയം വരുന്നുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത്. എന്നാ 2 ദിവസം മുമ്പ് മോനുണ്ടായി, അല്ലാഹു ബർക്കത്തട്ടെ, ആഫിളാക്കട്ടെ, ആലിമാക്കട്ടെ. അൽഹംദുലില്ലാ. മോനെ, എനിക്ക് 3 പെമ്മക്കളാണ്, 3 ബനാത്ത്. അൽഹംദുലില്ലാ, കൂടുതലും മുസ്ലിയാക്കന്മാർക്ക് പെമ്മക്കളാണ്. ഇത് പിന്നെ എങ്ങനെ ആണുണ്ടായോ അല്ലാഹു അലം. എന്തായാലും ബർക്കത്താ. ഞങ്ങളൊക്കെ തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ പെമ്മക്കളെ പ്രസവിച്ച് വളർത്തി കെട്ടിച്ചിട്ട സ്വർഗ്ഗമാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത്. തെറ്റ് ചെയ്യാത്ത മുസ്ലിയാക്കന്മാർക്കായിരിക്കും ആ മക്കൾ. എന്താ അൽഹംദുലില്ലാ, അല്ലാഹു തആല ഹാഫിള്. ഉസ്താദ് ആ മക്കളാണ്, ഒരു മോനും മോളുമാണ്. മിംഗ്ലിംഗ് ആയിട്ട് അള്ളാഹു കൊടുത്തു. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 2 പേരിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ സന്താനങ്ങളെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത് മടിയിൽ വെച്ചിട്ട് പറഞ്ഞു, ജിബ്രീൽ അവിടെ നിൽപ്പുണ്ടോ? ഉണ്ട് ഖദീജ, ഉണ്ട് അവിടെ നിൽപ്പുണ്ട്. ഇടത് സൈഡിലേക്ക് വീണ്ടും ഖദീജ ബീവി എടുത്തു വെച്ചു നബി തങ്ങളെ. ഉണ്ട് ഖദീജ, ഉണ്ട് ഖദീജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ഭാഗത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നടുക്കോട്ട് ഇരുത്തിയിട്ട് തലയിൽ തുണി എടുത്ത് അങ്ങ് മാറ്റി ഖദീജ ബീവി. എന്ന് ചോദിച്ചു, ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അത് മലക്കാണ്, അത് ജിബ്രീലാണ്. അതുകൊണ്ടാണ് ഞാൻ 2 സമയത്തും തലയിൽ തട്ടമിട്ട് തുണിയമ്മ കൊണ്ട് ഔറത്ത് മറച്ചുകൊണ്ടാണ് ഞാൻ അങ്ങയോട് നോക്കാൻ പറഞ്ഞത്.
പക്ഷേ ഞാൻ മൂന്നാമത്തെ സമയം ഞാൻ ഔറത്ത് തുറന്നിട്ടാണ് ചോദിച്ചത്. ഔറത്ത് തുറക്കുന്ന സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാവുകയില്ല, അവിടെ ശാപത്തിന്റെ പിശാചാണ് ഉണ്ടാവുക. മനസ്സിലായില്ലേ? ഇപ്പോൾ അതുകൊണ്ടാണ് തല മറയ്ക്കുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. സഹോദരിമാരൊക്കെ പാങ്കുളിക്കുമ്പോൾ മാത്രം, പഞ്ചാബിയെ കാണുമ്പോൾ സിഖുകാരെ കാണുമ്പോൾ മാത്രം തലയിൽ തുണിയിട്ടാൽ പോരാ, ഏത് സമയത്തും തലയിൽ തുണിയിട്ടുകൊണ്ട് നടക്കണം, ഔറത്ത് മറച്ചുകൊണ്ട് നടക്കണം. അങ്ങനെ നടന്നില്ല എങ്കിൽ ശൈത്താൻ പിശാച് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും, യാതൊരു സംശയവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ അങ്ങനെയായിരുന്നു മാതൃക കാണിച്ചു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു തഈദായിരുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ഖദീജ ബീവിയെ കുറിച്ച് നബി തങ്ങൾ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ഭയങ്കര ജീവിതത്തിൽ സ്നേഹമായിരുന്നു അവർ തമ്മിൽ, ഭയങ്കര സ്നേഹമായിരുന്നു. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി പറയുകയാണ്, കാന യുഹിബ്ബുഹാ ഹുബ്ബൻ കസീറാ. ആയിഷ ബീവി പറയുകയാണ്, ഖദീജ ബീവിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, ഖദീജ ബീവിയെ നബി തങ്ങൾ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുമായിരുന്നു. മാഗിറത്തു അലാ ഖദീജ വമാ റഅയ്തുഹാ. ഇങ്ങനെ എപ്പോഴും എന്നോട് ഖദീജ ബീവിയുടെ മൗലൂദ് ഓതുന്നത് കേട്ടപ്പോൾ ഒരിക്കൽ എനിക്ക് വല്ലാണ്ട് ദേഷ്യം സംഭവിച്ചുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ പറഞ്ഞു, ഫഹല്ലക ഇല്ലാ അജൂസാ ഫഹൽ കാനത ഇല്ലാ അജൂസാ. നബിയേ, അതൊരു കിഴവിയല്ലേ നബിയേ. വഖദ് അഖ്ലഫല്ലാഹു ലക ഖൈറൻ മിൻഹാ. അവളേക്കാൾ എത്രയോ ചെറുപ്പക്കാരിയായവളെ അല്ലാഹു അങ്ങേക്ക് സമ്മാനിച്ചിരിക്കുമ്പോൾ ഈ ഖദീജ എന്ന് പറയുന്ന വയസ്സിയെ കുറിച്ച് എന്തിനാണ് ഇത്രത്തോളം പുകഴ്ത്തി പറയുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ഖദീജ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്. കണ്ടോ കുശുമ്പ്, കണ്ടോ ഭാര്യമാരുടെ കുശുമ്പ് കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുബ്ബമാ ദബഹതി ശാത ثم يقطعها أعضاء ثم يقطعها أعضاء ثم يعطيها في صدائق خديجة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഖദീജ ബീവിയെ സ്മരിച്ചുകൊണ്ട് ആടിനെ വാങ്ങി അറുത്ത് കഷണങ്ങളാക്കിയിട്ട് അള്ളാന്റെ റസൂൽ ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. ഇത് ഞാൻ കണ്ടിട്ട് സഹിക്കവയ്യാതെ ഞാൻ എൻ്റെ ഹബീബിനോട് പറഞ്ഞു പോയി, നബിയെ, ഇതൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് ദുനിയാവിൽ ഖദീജയല്ലാതെ മറ്റാരുമില്ല എന്ന മട്ടാണല്ലോ തോന്നുന്നത്. ഞങ്ങളൊന്നും ഒരു പെണ്ണല്ല, നിങ്ങൾക്കൊരു ഖദീജ. ഖദീജയ്ക്ക് വേണ്ടി ആടിനെ വരെ അറുത്ത് കഷ്ണങ്ങളായി കൊടുക്കുന്നു. ഖദീജ ഇല്ലാതൊരു പെണ്ണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോഴാണ് പറഞ്ഞത്, ഇന്നഹാ കാനത്ത് വകാനത്ത്. അവൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. അവളിൽ നിന്നാണ് എനിക്ക് അല്ലാഹു മക്കളെ നൽകിയത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. എന്നാലും ആയിഷ ബീവിയോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ആയിഷ ബീവിയോട് സ്നേഹമായിരുന്നു, ആയിഷ ബീവിയോട് സന്തോഷമായിരുന്നു. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയങ്കരിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ സമയത്ത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ആയിഷ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചത്. അള്ളാഹിൻ്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹിൻ്റെ തീരുമാനമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയും കല്യാണം കഴിച്ചിട്ടേ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഖദീജ ബീവിയുടെ ആ വിഷമം വല്ലാത്ത 25 വർഷം അവരുടെ മധുവിധു ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കരമായ സന്തോഷമായിരുന്നു. അപ്പൊ അവരുടെ മകളാണ് ഫാത്തിമ. ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹു ഭാര്യയും ഭർത്താവുമാണ്. ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും, വഴക്കുണ്ടാവും. കാന ഫീ അലിയിൻ ശിദ്ദത്തുൻ അലാ ഫാത്തിമ. അലി റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ദേഷ്യപ്പെടും ഫാത്തിമ ബീവിയോട്. ഭയങ്കര ദേഷ്യ, നമ്മളെ പോലെ ഭർത്താക്കന്മാർ ഭാര്യമാർ ദേഷ്യപ്പെടുന്ന പോലെ. ഒരിക്കൽ ഫാത്തിമ ബീവി നബി തങ്ങളോട് പറയുക, അലിയാർ തങ്ങളോട് പറഞ്ഞു, വല്ലാഹി ലാഷ്കു വന്നക ഇലാ റസൂലില്ലാ. ഞാൻ എൻ്റെ വാപ്പയോട് നിങ്ങളെ കുറിച്ച് പരാതി പറയും. കണ്ടോ, വാപ്പയോട് പരാതി പറയുന്നു. ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പരിഹരിക്കേണ്ടത് എവിടെയാണ്? ചിന്തിക്കണം. അങ്ങനെയാണ് പരിഹരിക്കേണ്ടത്. അങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് പറഞ്ഞതാണ്, ഭാര്യ പറഞ്ഞു തൻ്റെ ഭർത്താവിനോട്, അല്ലാഹുവാണ് സത്യം, നിങ്ങൾ എന്നോട് എപ്പോഴും ദേഷ്യപ്പെടാറുണ്ട്, ഞാൻ എൻ്റെ ഉപ്പയോട് പോയി പറഞ്ഞു കൊടുക്കും. ഫന്തലഖത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി നബിതങ്ങളിലേക്ക് നടന്നു. ഫന്തലഖ മഅഹാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് അലിയാര് തങ്ങളും ഫാത്തിമയുടെ പിന്നാലെ നടക്കുകയാണ്. എന്താ പറയാന്നറിയില്ലല്ലോ, എന്താണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്? ഇല്ലാത്തത് അങ്ങനെ പറഞ്ഞു കൊടുത്താലോ. എന്നിട്ട് അങ്ങനെ മാറി നിന്ന് കേട്ടു അലി റളിയല്ലാഹു അൻഹു.
ഫാത്തിമ ബീവി ഫശഖത ഗില്ല അലിയിൻ വശിദ്ദതിഹി, അലിയാർ തങ്ങളുടെ ദേഷ്യത്തെ മുഴുവനും അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ എടുത്തു പറഞ്ഞു. ഫാത്തിമ ബീവി, എൻ്റെ ഇക്ക അങ്ങനെയാണ് വാപ്പിച്ച, എൻ്റെ ഇക്ക എന്നോട് ദേഷ്യപ്പെടും എപ്പോഴും, അങ്ങനെ കണ്ട് ജോലി ചെയ്ത് കൈയെല്ലാം കണ്ടില്ലേ പൊട്ടി, അങ്ങനെ ഭയങ്കര അല്ലാഹ് ഭയങ്കര ദേഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴെന്താ ചെയ്തത്? മോളെ യാ ബുനയ്യ ഫാത്തിമ ഇസ്മഈ വസ്തമിഈ വഅഖിലി, അവിടെ ഇരിക്കണേ മോളെ, ഞാനൊന്ന് പറയുന്നത് കേൾക്കണേ മോളെ, ഒന്ന് വിലയിരുത്തണേ മോളെ. ലാ ഇംറഅത്തുൻ ബിംറഅത്തിൻ ലാ തഅതി ഹവാ സൗജിഹാ വഹുവ സാകിതുൻ, ഒരു ഭാര്യയും ഭാര്യയാവുകയില്ല തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിപൂർണമായി നിറവേറ്റി കൊടുത്തുകൊണ്ട് ആ ഭർത്താവ് അവളിൽ പൂർണ്ണ തൃപ്തനായി അടങ്ങിയിരിക്കുന്നത് വരെ, തൻ്റെ ഭർത്താവിനെ സേവിക്കുന്നത് വരെ ഒരു ഭാര്യയും ഭാര്യയാവുകയില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങള് രണ്ടുപേരെയും വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, അൽ ഹയാഉ തതകാഫഉ വതതആവനു, കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പരസ്പരം സഹകരണമാണ്. അലിയെ, മോളെ ഫാത്തിമ, പരസ്പരം സഹകരണമാണ്. ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടാകാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ രണ്ടുപേരും ഒരു ബെഡ്റൂമിൽ ഒരു മേശയിൽ ഒരു കസേരയിലിരുന്ന് ഒരു ബെഞ്ചിലിരുന്ന് ഒരു കട്ടിലിരുന്ന് പറഞ്ഞ് തീർക്കേണ്ടതാണ്, അതല്ലാതെ പുറം ലോകം അറിയാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അവരെ രണ്ടുപേരെ ഉപദേശിച്ചിട്ട് ഫാത്തിമ ബീവിയോട് പറഞ്ഞു, വജഅല അലാ ഫാത്തിമത ഖിദ്മത്തൽ ബൈത്ത്, ഫാത്തിമ എന്ന പൊന്നുമോളോട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഭർത്താവിന്റെ ജോലികൾ മുഴുവനും നീ വീട്ടിലെടുക്കണേ മോളെ, ഭർത്താവിന് പാചകം ചെയ്ത് കൊടുക്കണേ മോളെ, ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുക്കണേ മോളെ, ഭർത്താവിന്റെ ഖിദ്മത്ത് മുഴുവനും നീ എടുക്കണേ മോളെ. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? പറഞ്ഞു വന്ന് മനസ്സിലായില്ലേ? പെണ്ണുങ്ങള് ഭർത്താക്കന്മാരുടെ ജോലി ചെയ്യണമെന്നർത്ഥം. അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യണ്ടെന്ന് മൊയ്ലിയാർ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രസവിച്ചാൽ മാത്രം മതി എന്നിരുന്നാണെങ്കിൽ അങ്ങനെ വാശിയെടുത്താൽ വർഷത്തിൽ 2 പ്രസവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? പാത്രം കഴുകി കൊടുക്കണം, ചോറ് വെച്ച് കൊടുക്കണം, കുഴമ്പിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ വേറെ മസാജ് സെൻറ്ററിൽ പോയിക്കാം, മസാജ് ചെയ്ത് കൊടുക്കണം, നിങ്ങൾക്ക് വസ്ത്രം കഴുകി കൊടുക്കണം, ഇതൊക്കെ ചെയ്ത് കൊടുക്കണം. അലിയാർ തങ്ങളോട് പറഞ്ഞു, അലി, നീ പുറത്തോട്ട് സമ്പാദിച്ചോ, ബോട്ടെടുത്ത് പോ, മീൻ പിടിച്ചോണ്ട് വാ, പൊട്ടി കയറ്, അല്ലെങ്കിൽ ഗൾഫിൽ പോ, തെങ്ങി കയറ്, തേങ്ങ ഇട്ടോട്, പോയിട്ട് കഷ്ടപ്പെട്, ത്യാഗം സഹിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് നല്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം, അവൾ പാചകം ചെയ്തു തരും കേട്ടോ. പറഞ്ഞ കേട്ടോ? രണ്ടുപേരുടെ കൈക്ക് വിളിച്ചിട്ട്, യാ അല്ലാഹ്, രണ്ടുപേരും പുറത്തോട്ട് പറഞ്ഞു, എൻ്റെ ഇക്ക, ഇനി വല്ലാഹി സത്യം, ഇനി നിങ്ങൾക്കെതിരെ ഞാൻ ഒന്നും പറയില്ല, ചെയ്യില്ല. അതേപോലെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി സത്യം, എൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് നിനക്കെതിരെ നിനക്കിഷ്ടമില്ലാത്ത ഒന്നും ഞാനും പ്രവർത്തിക്കുകയില്ല. കുടുംബജീവിതം 1ാം എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. അതേപോലെ നമ്മൾ അങ്ങനെ ജീവിക്കണം, മുന്നോട്ട് പോകണം.